അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ദേവയാനിയോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് വരണമെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇല്ല ഞാൻ എന്തായാലും പോയി വിളിക്കില്ല, അവൾ എന്തായാലും പിണങ്ങി പിരിഞ്ഞു പോയതല്ലേ, അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ തിരിച്ചു വരട്ടെ, ഞാൻ ഇനി അനാമികയുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേവയാനി അങ്ങനെ പറയുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, നയനയെ വേർതിരുന്ന സമയത്ത് പോലും അനാമികയെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്നവളാണ് ദേവയാനി. അവളെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണമില്ലാതില്ല. ഇപ്പം ദേവയാനിക്ക് അനാമികയോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അനാമികയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള എന്തോ തെറ്റുമൂലം തന്നെയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും നമുക്ക് ആരെയും വിലയിരുത്താൻ കഴിയില്ല. ദേവയാനിയുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന് തക്കതായ ഒരു കാരണമുണ്ടാവും. അല്ലെങ്കിൽ ദേവയാനി ഒരിക്കലും ഇങ്ങനെ ആരെയും തള്ളിക്കളയാറില്ല. എന്തായാലും ഈ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നമ്മളെ ആരും ഒന്നും അറിയിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെയിരിക്കെ അനാമികയാണെങ്കിൽ നവ്യയുടെ കുഞ്ഞിനെ എടുത്ത് താലോലിക്കുകയും കൊഞ്ചിക്കുകയും കുറുക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നവ്യയ്ക്കും അനാമികയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുമുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടുകൊണ്ടും വരുന്ന നയനയ്ക്കാണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നയനെ അത് ആദർശനോടും ദേവയാനിയോടും ഒക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇവളെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല. ഇവളിവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡിലും ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ ജീവന് എന്തെങ്കിലുമൊക്കെ ഭീഷണിയായിരിക്കും. ഇവളെ എന്താ ചെയ്യാന്ന് ആർക്കും തന്നെ ഒന്നും പറയാൻ പറ്റില്ല. അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. അവൾ ഇനിയും ഇവിടെ നിന്ന് പോകാതെ ഈ അനന്തപുരയിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന് കാരണവും നമുക്കറിയാം. ഈ വീട്ടിലെ സ്വത്തും സമ്പത്തും കണ്ടുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇവിടെയുള്ള ആരോടും തന്നെ അവൾക്കൊരു യാതൊരു സ്നേഹവുമില്ല. ഇവിടുത്തെ സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ എന്ത് വഴിയും നോക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇതൊക്കെ പറയണം എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനയാണെങ്കിലും നയനെ ഇക്കാര്യത്തിൽ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അനാമിക കാമുകൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതൊക്കെ ദേവയാനി കണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി പാലിൽ വിഷം കലർത്തിയത് അനാമികയാണെന്ന് അറിഞ്ഞപ്പോൾ മുതലാണ് ദേവയാനിക്ക് അനാമികയോട് എത്ര വെറുപ്പായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം പോലും ഇപ്പോൾ അനാമികയ്ക്ക് ഇഷ്ടമില്ല. എങ്ങനെയും അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിക ഒഴിഞ്ഞു പോകണമെന്നുള്ളതാണ് ദേവയാനിയുടെ ആഗ്രഹം പോലും. അപ്പം നയന പറയുന്നുണ്ട്, ചന്തുമോളുടെ കാര്യം പറഞ്ഞ് ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് എന്നെയും നയനേച്ചിയും തമ്മിൽ തെറ്റിക്കുന്നത്. അവൾ നയനേച്ചിയുടെ കുഞ്ഞിനെ എടുക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചന്തുമോളുടെ കുറ്റങ്ങളൊക്കെ നവ്യേച്ചിയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവ്യേച്ചിക്ക് അനാമികയോടൊരു സ്നേഹക്കൂടുതലും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് എന്നെയും നവ്യേച്ചിയും തന്നെ തെറ്റിക്കാനാണ് അവളുടെ തീരുമാനം. നവ്യേച്ചി ഇനി അടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നവ്യേച്ചിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ അവൾക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നവ്യേച്ചി നമ്മളോട് എതിർത്ത് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അഭിയാണെങ്കിലും നമ്മൾ ബ്രാഞ്ചിലെ ഒരു സ്റ്റാഫാക്കി നിയമിച്ചത് പോലും നവ്യേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് നവ്യേച്ചി നമ്മളോട് ഇത്രയധികം ദേഷ്യം കാണിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമേ അല്ല. ബിസിനസ്സിനെ തകർക്കുന്ന രീതിയിൽ ആരെന്ത് കള്ളത്തരം കാണിച്ചാലും ഞാൻ അതിന് ചോദ്യം ചെയ്യും. അതിനപ്പുറം ഞാൻ ആരെ അവിടെ വെച്ച് ഉറപ്പിക്കില്ല. അതിപ്പോൾ അനിയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ തീരുമാനം അത് തന്നെയാണ്. പക്ഷേ അനിയുടെ കാര്യത്തിൽ ഇവിടെ നമ്മളാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ബ്രാഞ്ചിൽ തെറ്റ് കാണിക്കുമ്പോഴും അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ പോലും ഞാൻ അവനെ അധികം കുറ്റം പറയാത്തത്. മനസ്സിന് സമാധാനമില്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ പോലും ഒരു കൃത്യത ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവന് വലിയ പ്രഷറൊന്നും കൊടുക്കാത്തത് ജോലിയിൽ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇതൊക്കെ അറിയാൻ പോകുമ്പോൾ തകരുന്നത് നവ്യേച്ചിയുടെ ജീവിതമാണല്ലോ. അതിൽ അനാമികയ്ക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും ദേവയാനി ഇപ്പോൾ അനാമിക മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അനിക്കും അനാമിക തിരിച്ചു വന്നതിൽ നല്ല വിഷമമുണ്ട്. അനി ജാനകിയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എൻ്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? നാശം പോയെന്ന് വിചാരിച്ച് സമാധാനത്തോടു കൂടി ഇരിക്കുമായിരുന്നു. ഇനി എനിക്ക് അവളുടെ കൂടെ ഒരു റൂമിൽ ഒന്നിച്ച് കഴിയാൻ സാധിക്കില്ല. അതുകൊണ്ട് മുത്തച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ കമ്പനിയിലെങ്ങാനും പോയി കിടക്കാൻ പോവുകയാണ്. അവിടെ ഇപ്പോൾ മാനേജർമാർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഇനി അവിടെ പോയി കിടക്കാൻ പോവുകയാണ്. അവിടെയാകുമ്പോൾ മനസമാധാനമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്.
എന്നാൽ ജാനകി അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. ജാനകി പറയുന്നുണ്ട്, അങ്ങനെ നീ ഇവിടുന്ന് പോകാമെന്നൊന്നും നീ വിചാരിക്കണ്ട. നീ ഈ വീട്ടിലെ പയ്യനാ. അനന്തമൂർത്തിയുടെ കൊച്ചുമകനായ നീ ഇവിടെ നിന്ന് കമ്പനിയിലൊക്കെ പോയി കിടക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് ഉണ്ടാകുന്ന മൊത്തം അച്ഛനല്ലേ, ഈ തറവാടിനല്ലേ. അതുകൊണ്ട് അതിനുവേണ്ടി നീ ശ്രമിക്കുകയും വേണ്ട. നീ ഇനി അനാമികമ്മയുടെ കൂട്ടത്തിൽ ഈ റൂമിൽ തന്നെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. അങ്ങനെ അനി ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഒരിക്കൽ പോയാൽ മാറണം, പിന്നെയും തിരിച്ചു വന്നല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് അനി. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. കുടുംബം മുടിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവരാണ് ജലജയും അഭിയും. അവരെ നന്നാക്കാനൊന്നും ഇനി കഴിയില്ല. ജാനകി വലിയ കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പം അവരോടൊപ്പം കൂടി അവളും അവരുടെ സൈഡിലേക്കായി. ഇപ്പം ഈ വീട്ടിൽ തന്നെ 2 ഗ്രൂപ്പുണ്ട് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. ജലജയും അഭിയും അനാമികയും നവ്യയും ഒക്കെ കൂടെ ഒരു ഗ്രൂപ്പ്, ബാക്കിയുള്ളവർ മറ്റൊരു ഗ്രൂപ്പ്. എല്ലാം കൂടെ വലിയൊരു വഴക്കിലെത്തി തീരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഈ കുടുംബത്തിലിപ്പോൾ പൊരുത്തക്കേടുകളും താളം തെറ്റലുകളും ഒക്കെ ഒരുപാടുണ്ട്. വലിയൊരു പൊരുത്തക്കേടിലേക്ക് എത്തുന്നതിന് മുമ്പേ അനുയോജ്യമായൊരു തീരുമാനം ഇദ്ദേഹം എടുക്കണം എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യത്തിനകത്തൊക്കെ ഒരു വ്യക്തത വരുത്താനുണ്ട്. കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരെ പുറത്താക്കുക തന്നെ ചെയ്യണം. എന്തായാലും മൊത്തത്തിലൊരു അസ്വസ്ഥത ഇപ്പം നമുക്കുണ്ട്, നമ്മുടെ കുടുംബത്തിനുണ്ട്. നമുക്ക് നാളെ കുടുംബക്ഷേത്രം വരെ ഒന്ന് പോയി വരാം. തിരുമേനിയെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയും ചെയ്യാം. അതേപോലെ കുടുംബത്തിനകത്ത് ഈ പ്രശ്നങ്ങൾ മാറാനായിട്ട് എന്തെങ്കിലും വഴിപാടോ പൂജയുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാം എന്നൊക്കെ മുത്തശ്ശനും പറയുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. ഈ സമയത്താണ് അവർക്കുള്ള ചായയായിട്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, അച്ഛനും അമ്മയും രാവിലെ എങ്ങോട്ടാണ്? രണ്ടുപേരും റെഡിയായിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, മനസ്സിനൊരു സമാധാനവും ഇല്ല മോളെ. കുടുംബത്തിനകത്ത് പൊരുത്തക്കേടുകളും വാശികളും ഒക്കെ നടക്കുമ്പോൾ എങ്ങനെ കാരണവന്മാർക്ക് സമാധാനം ഉണ്ടാകാനാ? എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കുടുംബക്ഷേത്രം വരെ പോയി ഒന്ന് തൊഴുതു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് അനാമികയും തൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അനാമിക ഫ്രണ്ടിനെ കാണാനെന്നും പറഞ്ഞ് പോകുന്നത് അവളുടെ കാമുകനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് വീണ്ടും അനന്തപുരിയിലേക്ക് പോയി. അനിയുടെ അമ്മ വന്നാണ് വിളിച്ചത്, അതുകൊണ്ടാണ് പോയത്. നിനക്കറിയാലോ, ഇനി അധികം നാളൊന്നും എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അനിയുടെ അമ്മയും ഇതേപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വത്ത് വീതം വെക്കുന്നതിനെപ്പറ്റി സംസാരിക്കണമെന്ന്, അവിടത്തേക്കിന് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമെന്നൊക്കെ. അവർ പറയുന്നത് അനിയെ എങ്ങനെയും വശത്താക്കി എടുക്കാനാണ്. അതിനൊന്നും എന്നെ കിട്ടില്ല. ആ സ്വത്തൊക്കെ എന്ന് ഭാഗം വയ്ക്കുന്നോ അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. എനിക്ക് കിട്ടാനുള്ളതും വാങ്ങിക്കൊണ്ടേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങൂ. എന്നിട്ട് വേണം നമുക്കൊന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ. ഇതിൻ്റെ ഒന്നും ഇടയിൽ ആ നയനെന്ന് പറയുന്നവൾ അടുത്ത പ്രശ്നം കൊണ്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും അവളുടെ ചേച്ചിയും ഇപ്പോൾ അവൾക്കും അവളുടെ കെട്ടിയവനും എതിരായിട്ട് നിൽക്കുന്നത്, അതുതന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്ന നല്ലൊരു ചാൻസും. എൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും എന്നൊക്കെ പറയുകയാണ് അനാമിക. ഈ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിൽ പോയിട്ട് തിരികെ വരുന്നത്. അവർ അനാമിക കാമുകൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശന് വല്ലാതെ ദേഷ്യം വരികയാണ്. ഇത്രയും നാളും മുത്തശ്ശനെയും മുത്തശ്ശിയെയും അറിയിക്കാതെ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ തന്നെ നേരിട്ട് കാണുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അത് അനാമിക മോളല്ലേ? അവൾ ഇത് ആരുടെ വണ്ടിയുടെ പുറകിലിരുന്നായി പോകുന്നത്? അപ്പോൾ അനി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് വല്ലാതെ ഷോക്കായിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് മനസ്സിലായത് ദേവയാനി എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതൊന്നും നമ്മളെ അറിയിക്കാതെ മറച്ചു വെക്കുകയാണ് അവർ. ഇവളിങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയായിരുന്നോ? ഇവളെയാണല്ലോ അനിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരുത്തിയെ അനിയുടെ ജീവിതത്തിലേക്കെന്നല്ല നമ്മുടെ കുടുംബത്തിലേക്ക് പോലും കയറ്റാൻ കൊള്ളില്ല. ഇനി ഇതിങ്ങനെ വിട്ടുവെക്കാൻ പറ്റില്ല. അവളെ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം. ഇനി അവൾ നമ്മുടെ കുടുംബത്തിൽ വേണ്ട. അവൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതിൽ പിന്നെ എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവളുടെ ഓരോ കള്ളത്തരങ്ങളും ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഇടയിലാണ് ദാ ഇങ്ങനെ ഒരു സംഭവം. ഇത്രയും നാളും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിങ്ങനെ നടക്കുമായിരുന്നു. ഇനി അങ്ങനെ പറ്റില്ല.
ഇവളിങ്ങനെ കണ്ടവന്മാരുടെ കൂടെ ചുറ്റിത്തിരിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ സൽപ്പേരിനെ തന്നെയല്ലേ ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രണ്ടുപേരും തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നത്. മുത്തശ്ശൻ വന്ന് ദേവയാനിയെ വിളിക്കുന്നുണ്ട്. ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാണ് അനാമികയുടെ കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛ, അവളും അവളുടെ വീട്ടുകാരൻ നമ്മളോട് പറയുന്നതൊന്നും സത്യമല്ല. ഒരിക്കൽ ഞാൻ അവൾക്ക് കൊടുത്ത സ്വർണം അത് മോഷണം പോയെന്നും പറഞ്ഞ് അവൾ ബഹളം വെച്ചില്ലേ, അത് അവളും അവളുടെ അച്ഛനും വീട്ടുകാരും കൂടെ ചേർന്ന് നടത്തിയൊരു നാടകമായിരുന്നു. അയാൾ അതെടുത്ത് പലിശക്കാരന് കൊടുത്തു. എന്നിട്ടാണ് നയനമോളുടെ അച്ഛനെയും അമ്മയും കള്ളിയും കള്ളനും ആക്കിയത്. അതുപോലെ ഇല്ലാത്ത പ്രോപ്പർട്ടിയുടെ പേരിൽ അത് വാങ്ങിയെന്നും പറഞ്ഞ് വേറൊരാളുടെ പേര് കിടക്കുന്ന സ്ഥലം കൊണ്ട് കാണിച്ചു. അതും അവർ പറഞ്ഞത് നുണയായിരുന്നു. ഇത് മാത്രമല്ല, അന്യപുരുഷന്മാരുമായിട്ടുള്ള അനാമികയുടെ വഴിവിട്ട ബന്ധം അത് അന്നു മുതലേ അനിമോൻ പറയുന്നതാ. എന്നിട്ടും അതാരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അച്ഛാ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവളുടെ ഉദ്ദേശം അനന്തപുരിയിലെ സ്വത്തും മുതലും മാത്രമാണ്. അല്ലാതെ അനിയെ സ്നേഹിച്ചോ അനിയെ മനസ്സിലാക്കിയല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ ലക്ഷ്യം ഇവിടുത്തെ സ്വത്തും മുതലും മാത്രമാണ്. അനി ഇത്രയും നാളും പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അതൊക്കെ നന്ദുവായിട്ടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവളെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടു. അവൾ കണ്ടവന്മാരുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതും അഴിഞ്ഞാടി നടക്കുന്നതും ഞാൻ നേരിട്ട് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അനിമോൻ്റെ കാര്യം പറയണോ അച്ഛാ? അത് മാത്രമല്ല അച്ഛാ, അന്ന് എൻ്റെ കരൾ പോയി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അന്ന് ആ പാല് കുടിച്ചതിൻ്റെ പേരിലാണല്ലോ എനിക്കത് സംഭവിച്ചത്. അതിന് കാരണം തന്നെ അന്ന് നവ്യയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അനാമികയും അവളുടെ അമ്മയും ചേർന്ന് ആ പാലിൽ വിഷം കലർത്തി വെച്ചതാണ്. അതറിയാതെ ഞാൻ എടുത്ത് കുടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതന്ന് നവ്യയാണ് കുടിച്ചിരുന്നെങ്കിലോ ആ കുഞ്ഞിപ്പോൾ ജീവനോടുണ്ടാകുമായിരുന്നോ? ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത അവളെ എങ്ങനെയാണ് നമ്മുടെ അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കുക? ഏതെങ്കിലും സാഹചര്യത്തിൽ അവൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ ഇതുപോലെ നമ്മളിൽ ഓരോരുത്തരെയും കൊല്ലില്ലാന്ന് ആര് കണ്ടു? ഇതൊക്കെ അച്ഛനോടും അമ്മയോടും എങ്ങനെ പറയണമെന്നറിയാതെ നിൽക്കുമായിരുന്നു. ഇനിയുള്ള കാലം അനിയുടെ ജീവിതത്തിൽ അനാമിക വേണ്ട. അനാമിക നമ്മുടെ കുടുംബത്തിന് ചേർന്നൊരു പെണ്ണേ അല്ലച്ചാ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ശരിയാ മോള്, ഇന്ന് ഞങ്ങളും കണ്ടു. അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൾ വേറൊരു പയ്യൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതും. ഈ വയസ്സാം കാലത്ത് കാണാൻ പാടില്ലാത്ത കാഴ്ചകളും കേൾക്കാൻ പാടില്ലാത്തതൊക്കെയാണല്ലോ മോളെ ഞങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതിനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അനാമികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ.